സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നവർ സൂക്ഷിക്കുക. ഫേസ്ബുക്ക് വഴി അപമാനിച്ചെന്ന കേസിൽ പരാതിക്കാരന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകാൻ കോടതി ഉത്തരവിട്ടു. തുക നൽകുന്നതുവരെയുള്ള കാലയളവിൽ 6% പലിശയും മുഴുവൻ കോടതി ചെലവുകൾ നൽകാനും തൃശൂർ 1-ാം അഡീഷണൽ കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. സൈക്കോളജിസ്റ്റായ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി പ്രസാദ് അമോർ നൽകിയ മാനനഷ്ട കേസിലാണ് കോട്ടയം സ്വദേശിയും കോളേജ് അധ്യാപകനുമായ ഷെറിൻ ബി ജോർജിനോട് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത്. കോഴിക്കോട്ടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറും മജീഷ്യനും സൈക്കോളജിസ്റ്റുമായ ഷെറിൻ ബി ജോർജ് ഫേസ്ബുക്ക് വഴി അപകീർത്തിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സൈക്കോളജിസ്റ്റായ പ്രസാദ് അമോർ കോടതിയെ സമീപിച്ചത്. വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഷെറിൻ പോസ്റ്റിട്ടെന്നാണ് പരാതി. ലൈസൻസ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായി ജോലി ചെയ്യുന്ന പരാതിക്കാരൻ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും ലണ്ടനിൽ നിന്ന് ഡിപ്ലോമയും റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ ബിരുദാനന്തര ഡിപ്ലോമയും നേടിയിട്ടുണ്ടെന്നും കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ ഷെറിന്റെ പോസ്റ്റ് അപകീർത്തിയും മാനഹാനിയും തൊഴിൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടായെന്ന് ആരോപിച്ചാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 2017 കേസിനാസ്പദമായ സംഭവം. പ്രസാദ് 2017 ഫേസ്ബുക്കിലിട്ട വിദ്യാഭ്യാസ യോഗ്യതകൾ വ്യാജമാണെന്നും ഇക്കാര്യം താൻ പൊതുസമൂഹത്തെ അറിയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നുമായിരുന്നു ഷെറിന്റെ വാദം. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ കോടതി ഹർജിക്കാരനുണ്ടായ മാനനഷ്ടത്തിനും അപകീർത്തിക്കും മറ്റുമായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് വിധിച്ചു. ഹർജി ഫയൽ ചെയ്ത തീയതി മുതൽ നഷ്ടപരിഹാരം നൽകും വരെയും 6% പലിശ നൽകണം. മുഴുവൻ കോടതി ചെലവുകളും പ്രതി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ.